Hello dear friends, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ്സ് ഉപയോഗിച്ച് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാമെന്നാണ്. ഓവനോ അല്ലെങ്കിൽ മറ്റ് കേക്ക് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. ഇത് ആർക്ക് വേണേലും ട്രൈ ചെയ്യാവുന്ന കേക്കാണ്, വളരെ ഈസിയാണ്. സോ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഓറിയോ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം ഞാനൊരു ചരുവ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പ് വെതറിയിട്ടുണ്ട്, എന്നിട്ടൊരു സ്റ്റാൻഡും അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് നമ്മളൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയാക്കാം. ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ്സിന്റെ കുട്ടി പാക്കറ്റ്സ് ആണ്. 10 രൂപയുടെ ചെറിയ പാക്കറ്റ്സ് കിട്ടുമല്ലോ, അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്കൊരു 24-25 ബിസ്ക്കറ്റ്സ് മതി. ചെറിയൊരു കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഈ പാക്കറ്റ്സ് എല്ലാം പൊട്ടിച്ച് ബിസ്ക്കറ്റ്സ് എല്ലാം ഈ ബൗളിലേക്ക് ആക്കാം. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ്സ് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ബിസ്ക്കറ്റ്സ് എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബൗളിലേക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. ഇനിയും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 200 ml പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ കേക്കിന്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഫുൾ പാത്രം ഒന്ന് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കേക്കാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്. ഇതിനെക്കാട്ടിലും ചെറിയ റൗണ്ട് ആയിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സൈസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. കാരണം ചെറിയ കേക്ക് ആയിരിക്കും, നമ്മൾ കുറച്ച് ബിസ്ക്കറ്റ്സ് എല്ലാം എടുക്കുന്നുള്ളൂ ആകെ. ബാറ്റർ എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത ചരുവത്തിലേക്ക് ഈ സ്റ്റാൻഡിന്റെ മേളിൽ നമുക്ക് നമ്മുടെ ബാറ്റർ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു വെക്കാം. ഒരു മീഡിയം ഹീറ്റിൽ ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് അതിൻ്റെ ഗനാഷിലെ ടോപ്പിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അമുൽ മിൽക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് സൈഡ് ബൈ സൈഡ് ചെയ്താലും മതി. എന്തായാലും 30 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതാവുമ്പോൾ നല്ലൊരു ഡാർക്ക് കളർ കിട്ടും കേക്കിന്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം നമ്മുടെ കേക്ക് ചെറുതാണ്. അപ്പം കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കണം. നമുക്കിത് മെൽറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ ഏകദേശം 35 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. ഇനി ഒരു ചെറിയ പാത്രത്തിൽ 1/4 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ പാലിന്റെ പാത്രം ഈ സോസ് പാനിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബട്ടർ ഒന്ന് അലിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഗനാഷിന് ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ കേക്കിന്റെ മേളിൽ ടോപ്പിംഗ് ഇടുമല്ലോ, അതിന് ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിയാണ് ബട്ടർ ഇടുന്നത്. ബട്ടർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം, നല്ലപോലെ മെൽറ്റ് ആവുന്നത് വരെ. ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇത് പുറത്ത് ഒന്ന് ആറാൻ വെക്കണം. അപ്പോൾ ആറുമ്പോഴത്തേക്ക് കുറച്ച് ഇത് കട്ടി ആയിക്കോളും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലും വെക്കുന്നുണ്ട്, അപ്പം ഒന്നും കൂടെ കട്ടി ആയി കിട്ടും നമുക്ക്. ഇതിപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിലും കൂടെ വെക്കുന്നുണ്ട്, അപ്പം കുറച്ചും കൂടെ കട്ടിയാവും. നമുക്കപ്പം അത് കേക്കിന്റെ മേളിൽ ഇടാൻ പരുവത്തിനായി കിട്ടും. ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ചോപ്സ്റ്റിക്ക് അല്ലെങ്കിൽ പപ്പടക്കോലില്ലേ, അത് വെച്ച് നമ്മുടെ കേക്കിന്റെ സെന്ററിലൊന്ന് ഇങ്ങനെ കുത്തി നോക്കണം. അപ്പോൾ നമ്മുടെ ചോപ്സ്റ്റിക്ക് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇൻ കേസ് കേക്ക് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് എക്സ്ട്രാ നിങ്ങൾ മൂടി വെച്ച് അടച്ച് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഹീറ്റിൽ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ദേ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ അറിയാം, നല്ല സ്പോഞ്ച് പോലുണ്ട്. ഇനിയും ഇത് ആറിയിട്ട് വേണം നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ. അപ്പൊ നമ്മുടെ കേക്ക് ആറിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് കേക്ക് പുറത്തെടുക്കണം. വലിയ കേക്ക് ആണെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് കേക്ക് ഇളകി വരും. നമുക്കിവിടെ കത്തിയുടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കമത്തുമ്പോഴത്തേക്ക് കേക്ക് ദേ വന്നു. അപ്പൊ കണ്ടില്ല, നല്ല സൂപ്പർ ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര അനുസരണമുള്ള കേക്കാണ്ട്, ബട്ടർ പേപ്പറും പോലും എനിക്ക് ഇളക്കേണ്ടതായിട്ട് വന്നില്ല, അത്രയും ഈസി ആയിട്ട് കിട്ടി. ഇനി ഈ കേക്ക് നമുക്ക് ഇങ്ങനെ വേണേ വെറുതെ തിന്നാം. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഗനാഷ് ഇല്ലേ, അപ്പൊ അത് വെച്ച് ഞാൻ ഇവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഗനാഷ് ഞാൻ ഇതിന്റെ മേലെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഞാൻ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഇനിയും ഈ കേക്കിലേക്ക് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ആ കേക്കിലേക്ക് ഒന്ന് കുത്തിയിട്ട് ബിസ്ക്കറ്റ് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും. ഇനി ഞാൻ കേക്കിന്റെ മേളിൽ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം കേക്ക് കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ കണ്ടില്ലേ, നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടോ, ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയ ഓറിയോ കേക്കാണ്. ഇതിന്റെ മേളിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഗനാഷ് ഉണ്ടാക്കി ഒഴിച്ചിരിക്കുന്നത്. അപ്പം അത് നല്ലൊരു സൂപ്പർ കളറായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.